1896 ഓഗസ്റ്റ് 27 പുലർച്ചെ സാൻസിബാർ ദ്വീപിൽ ലോകചരിത്രത്തിലെ അത്യന്തം വിചിത്രമായൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. രാവിലെ 9:02 ആരംഭിച്ച യുദ്ധം 9:40 അവസാനിച്ചു. ലോകചരിത്രത്തിലെ ഏറ്റവും ചെറിയ ആ യുദ്ധം വെറും 38 മിനിറ്റുകൾ മാത്രമാണ് നീണ്ടുനിന്നത്. എങ്കിലും അതിൻ്റെ ആഘാതം വർഷങ്ങളോളം സാൻസിബാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിച്ചു. ആംഗ്ലോ സാൻസിബാർ യുദ്ധത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടത് 1890 ഹെലിഗോലാൻഡ് സാൻസിബാർ ഉടമ്പടിയിലൂടെയാണ്. ബ്രിട്ടൻ, ജർമ്മനി തമ്മിലുണ്ടായിരുന്ന സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക സമയത്ത് സാൻസിബാർ ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായി. സുൽത്താൻ ഔപചാരിക അധികാരം നിലനിർത്തിയെങ്കിലും ആരെ സുൽത്താനാക്കണമെന്ന് തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. 1893 ബ്രിട്ടീഷ് പിന്തുണയോടെ സുൽത്താൻ അഹമ്മദ് ബിൻ തുവൈനി അധികാരത്തിലെത്തി. പക്ഷേ 1896 ഓഗസ്റ്റ് 25 അദ്ദേഹം അപ്രതീക്ഷിതമായി മരിച്ചു. മരണത്തിന് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ഖാലിദ് ബിൻ ബർഗാഷ് സ്വയം സുൽത്താനായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ നടന്ന ഈ നീക്കം വലിയ സംഘർഷത്തിന് വഴിയൊരുക്കി. ഖാലിദ് യൂറോപ്യൻ ഇടപെടലുകൾക്കെതിരെ നിലകൊള്ളുന്ന നേതാവായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് പക്ഷം ഹമൂദ് ബിൻ മുഹമ്മദ് എന്നൊരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നു. ബ്രിട്ടീഷ് കോൺസൽ ബേസിൽ കേവ് പലതവണ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഖാലിദ് 2800-ലധികം സൈനികരെ കൊട്ടാരത്തിനു ചുറ്റും അണിനിരത്തി യുദ്ധത്തിനൊരുക്കി. അതേസമയം ബ്രിട്ടീഷ് നാവികസേന ശക്തമായി മുന്നൊരുക്കം നടത്തി. അഡ്മിറൽ ഹാരി റോൺസിന്റെ നേതൃത്വത്തിൽ 5 യുദ്ധക്കപ്പലുകൾ, 150-ലധികം ബ്രിട്ടീഷ് സൈനികർ കൂടാതെ 900 പ്രോ ബ്രിട്ടീഷ് സാൻസിബാർ സൈനികർ സജ്ജമായി. 1896 ഓഗസ്റ്റ് 26 ബ്രിട്ടീഷ് ഒരു അവസാന അന്ത്യശാസനം നൽകി. രാവിലെ 9 മണിക്ക് മുമ്പ് ഖാലിദ് കൊട്ടാരം ഒഴിഞ്ഞില്ലെങ്കിൽ കൊട്ടാരത്തിന് നേരെ ആക്രമണം നടത്തും എന്നായിരുന്നു അത്. 1896 ഓഗസ്റ്റ് 27 പുലർച്ചെ ഖാലിദ് തിരിച്ചു പറഞ്ഞ സന്ദേശം ഇതായിരുന്നു: ഞങ്ങളുടെ പതാക താഴെ ഇറക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വെടിയുതിർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ 9:02 ബ്രിട്ടീഷ് കപ്പലുകൾ ആക്രമണം തുടങ്ങി. ആദ്യ ഷെല്ലിൽ തന്നെ ഖാലിദിന്റെ പീരങ്കികൾ തകരുകയും കൊട്ടാരം തീയിൽ മുങ്ങുകയും ചെയ്തു. 500-ലധികം ഷെല്ലുകളും ആയിരക്കണക്കിന് വെടിയുണ്ടകളും തീമഴ പോലെ കൊട്ടാരത്തിലേക്ക് പതിച്ചു. 9:40 കൊട്ടാരത്തിലെ പതാക താഴെ വീണു. യുദ്ധം അവസാനിച്ചു. സാൻസിബാർ പക്ഷത്ത് 500 പേരിലധികം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പക്ഷത്താകട്ടെ ഒരു സൈനികന് ചെറിയൊരു പരിക്ക് മാത്രം. ഖാലിദ് ബിൻ ബർഗാഷ് കൊട്ടാരത്തിന്റെ പിൻവാതിലിലൂടെ ഓടിപ്പോയി ജർമ്മൻ കോൺസുലേറ്റിൽ അഭയം തേടി. പിന്നീട് അദ്ദേഹം ജർമ്മൻ കപ്പലിൽ കയറി ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഹമൂദ് ബിൻ മുഹമ്മദിനെ സുൽത്താനാക്കി. ഹമൂദിന്റെ കീഴിൽ 1897 അടിമത്തം ഔദ്യോഗികമായി നിർത്തലാക്കപ്പെട്ടു. ബ്രിട്ടൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു നീക്കമായിരുന്നു അത്. എന്നാൽ അതോടെ സാൻസിബാറിന്റെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ ആകുകയും സുൽത്താനേറ്റ് എന്നത് ഒരു പ്രതീകം മാത്രമായി മാറുകയും ചെയ്തു. ഈ യുദ്ധം വെറും 38 മിനിറ്റ് മാത്രം നീണ്ടു നിന്നെങ്കിലും അതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഇത് കൊളോണിയൽ കാലത്തെ യൂറോപ്യൻ ശക്തികളുടെ നാവിക സൈനിക ആധിപത്യത്തിന്റെ തെളിവായിരുന്നു. സാൻസിബാറിന്റെ സ്വാധീനം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് ആധിപത്യം കൂടുതൽ ശക്തമായി. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ 38 മിനിറ്റ് മാത്രം നീണ്ട ആംഗ്ലോ സാൻസിബാർ യുദ്ധം ഇന്ന് നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: യുദ്ധം എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കാലാകാലങ്ങൾ നിലനിൽക്കും. ഇന്ന് ഒരു നൂറ്റാണ്ടിനിപ്പുറവും വലിയ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇതേ അസമത്വം നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സാൻസിബാറിൻ്റെ കഥ വെറും ചെറിയ യുദ്ധം എന്ന റെക്കോർഡല്ല, മറിച്ച് കൊളോണിയലിസത്തിൻ്റെ ക്രൂരപാഠങ്ങൾ നമ്മോട് തുറന്നു പറയുന്ന ചരിത്രം കൂടിയാണ്.